ഈ ബഡ്ജറ്റ് രാജ്യത്തിന് ഒരു ഭാവി നൽകുന്നതോ ജനങ്ങൾക്കൊരു പ്രതീക്ഷ നൽകുന്നതോ അല്ല. തികച്ചും നിരാശാജനകമായ, ഇന്ത്യയുടെ വളർച്ചയ്ക്ക് തന്നെ മുരടിപ്പ് സൃഷ്ടിക്കുന്ന ഒരു ബഡ്ജറ്റാണിത്. ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനല്ല, ജനങ്ങളുടെ മതവിശ്വാസത്തെയും ഈശ്വരവിശ്വാസത്തെയും ആരാധനകളെയും വർഗീയവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ മേലെ രാജ്യത്തിൻ്റെ എല്ലാ താല്പര്യങ്ങളും സംരക്ഷിക്കപ്പെടും എന്ന് ധരിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ ഭരണം ഉറപ്പിക്കാൻ കഴിയും, വോട്ട് ബാങ്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന തെറ്റായ ധാരണ വെച്ചുകൊണ്ട് ജനങ്ങൾക്കെതിരായിട്ടുള്ളൊരു പരിഹാസ ബഡ്ജറ്റായിട്ടാണ് ഈ കേന്ദ്ര ധനമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനതയെ പരിഹസിക്കുന്നതിന് സമമാണ്. നിങ്ങളുടെ ഒരു കാര്യങ്ങളും നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങൾ എന്തു ചെയ്യും എന്നുള്ള ഒരു പരിഹാസ ചോദ്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് ജനങ്ങൾ സംശയിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിലില്ലാത്ത ഒരു ബഡ്ജറ്റായിപ്പോയി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റ്. ഇത് തികച്ചും ഇവിടെ വിലക്കയറ്റവും തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും പട്ടിണിയും ഉണ്ടാക്കും. കാർഷിക മേഖല തകർച്ചയിലേക്ക് പോകും. ഒരു പ്രതീക്ഷ നൽകുന്നതല്ല. അതുകൊണ്ട് ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൽ തന്നെ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ശരിയായ നിലപാട് സ്വീകരിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് മുന്നോട്ട് വരുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇന്ത്യ ഗവൺമെൻറ്, BJP ഗവൺമെൻറ് ജനങ്ങളെ അവഗണിക്കുന്നു, പരിഹസിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തം കൂടിയാണ് ഈ ബഡ്ജറ്റ്. അതുകൊണ്ട് ഈ ജനവിരുദ്ധ ബഡ്ജറ്റിനെതിരെ രാജ്യത്തിലെ ജനങ്ങൾ ശക്തമായി പ്രതികരിക്കും. എല്ലാ വിഭാഗം ജനങ്ങളും പ്രതികരിക്കും. BJPക്ക് പിന്നിൽ അണിനിരന്നിട്ടുള്ള കൃഷിക്കാരും തൊഴിലാളികളും യുവാക്കളും സ്ത്രീകളും കുട്ടികളും വിദ്യാർത്ഥികളും എല്ലാവരും ഈ ബഡ്ജറ്റിൻ്റെ ഇത്തരത്തിലുള്ള നടപടികൾക്കെതിരെ പ്രതികരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തികച്ചും നിരാശാജനകമായ ഒരു ബഡ്ജറ്റാണ്. എന്തോ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നു, ജനങ്ങൾക്കെന്തോ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ ഒരു പ്രചരണം ഭൂമിങ്ങുണ്ടാക്കി. പക്ഷേ അത് നിരാശയായിരുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമായിട്ടുള്ളത്. ഇതാണ് കേന്ദ്ര ബഡ്ജറ്റ് സംബന്ധിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള കാര്യങ്ങൾ. പാർലമെൻറ്റ് നടന്നിട്ടുള്ള 58 മിനിറ്റ് നീണ്ടുനിന്ന പ്രസംഗം ഞാൻ കേട്ടു. ആ പ്രസംഗത്തിൽ കാണുന്ന കാര്യങ്ങൾ വെച്ച് ഈ കേരളത്തിലാണെങ്കിൽ കേരളത്തിൻ്റെ ഒരു പ്രശ്നവും പരിഹരിക്കാനോ കേരളത്തിന് എന്തെങ്കിലും പ്രത്യേക സഹായങ്ങളോ ഈ ബഡ്ജറ്റിലില്ല. കേരള ജനതയെയും ഇന്ത്യൻ ജനതയെപ്പോലെ തന്നെ അപഹസിക്കുകയാണ് ചെയ്തത്. അത്തരത്തിലുള്ള ഒരു ബഡ്ജറ്റാണിത്. തികച്ചും കേരള ജനതയുടെ ഒരു പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയത്തക്ക നിലയിലുള്ള ഒരു നടപടിയും ഈ ബഡ്ജറ്റിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.